മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു കള്ളപ്പണക്കാരനെ ഇവിടെ പൂട്ടിയിടുന്ന പരിപാടിയില്ലേ? അയാൾ പറയുന്നതെല്ലാം വെട്ടി വിഴുങ്ങി വേദവാക്യമായി അവതരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സഹതാപമാണ് തോന്നുക. എന്നെ പഠിപ്പിക്കാൻ വരരുത്. അതുകൊണ്ട് മാത്യു കുഴൽനാടൻ പറയുമ്പോൾ ഏതാണ്ട് ആകാശത്തോളം ഉയരുന്ന ആവേശം പലരും പ്രകടിപ്പിക്കുന്ന കാണുമ്പോൾ ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. ശ്രീ അനിൽകുമാർ, താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഇത് മാത്യു കുഴൽനാടൻ കൊണ്ടുവന്ന ആരോപണമല്ല. മലയാള മനോരമ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ രേഖകൾ പ്രകാരം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ചെയ്ത തെറ്റ് മനസ്സിലായല്ലോ, മാപ്പ് പറഞ്ഞോ. അതുമായി ബന്ധപ്പെട്ട് നേരിട്ടൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. മാത്യു കുഴൽനാടനെ ഒന്നും ഉദ്ധരിച്ചിട്ടല്ല ചോദിച്ചത്. CPM-ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ ഈ ഇടപാടിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ അറിയാം. അതിന്റെ ഉത്തരവാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്നിപ്പോ ഇവിടെ ബഹുമാനപ്പെട്ട ഷാനി പറഞ്ഞതെല്ലാം മാത്യു കുഴൽനാടന്റെ വാഴ്ത്തുപാട്ടുകൾ. കുഴൽനാടൻ ആരാണ് എന്നത് എന്റെ പ്രശ്നവുമല്ല ശ്രീ അനിൽകുമാർ. നേരിട്ടുള്ള ഒരു ചോദ്യം താങ്കളോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കുഴൽനാടനെ ചീത്ത വിളിക്കുന്നതിന് പകരം താങ്കളുടെ പാർട്ടിയുടെ മറുപടി എന്താണ് എന്ന് ആദ്യം പറഞ്ഞുകൂടെ? അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുകച്ചിൽ. താങ്കളെ കേൾക്കാനിരിക്കുന്ന പാർട്ടി അണികൾക്ക് വേണ്ടിയെങ്കിലും ആ മര്യാദ ആവശ്യമല്ലേ? ആ മറുപടി എല്ലാം പറയുമ്പോൾ ഇതിനും അങ്ങ് പറഞ്ഞതിന് ഉത്തരം വിശദമായ ചർച്ചയിലേക്ക് കടക്കാം എന്ന് ഞാൻ ആദ്യമേ താങ്കളോട് പറഞ്ഞതിന് ഒറ്റ കാര്യമേ ഉള്ളൂ ശ്രീ അനിൽകുമാർ. അതറിയില്ല, CPM-ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കേണ്ട കുറെ ചോദ്യങ്ങളുണ്ട്. എനിക്കറിയാം, ഞങ്ങൾക്കിത് അറിയില്ല. ഞങ്ങളോട് ഈ ഇടപാടും പുറത്തു വന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പാർട്ടിക്ക് അറിയാവുന്നത് എന്ന് പറഞ്ഞാൽ പിന്നീട് CPM-നോട് ചോദിച്ചിട്ട് കാര്യമില്ലാത്ത ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നേരിട്ട് ചോദിച്ചത്. നിങ്ങൾക്ക് ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് ആദ്യം അറിയേണ്ട ഒരു വസ്തുത അതാണ്. നിങ്ങൾക്ക് വീണ വിജയനും കരിമണൽ കമ്പനിയുമായി നടന്ന ഇടപാടിന്റെ വിശദാംശങ്ങൾ മുഴുവനും അറിയാമോ? പറയണോ? കുഴപ്പമാവില്ലേ? സത്യം മാത്രം പറഞ്ഞ് ശീലിച്ചിരുന്ന എന്നെ ഈ പരുവത്തിലാക്കിയ മറ്റാരും അല്ല, സാറ് തന്നെയാ. ഇനി ഷാനി ചോദിക്കാതിരിക്കുകയാണ്, ബാക്കി ഞാൻ പറയാൻ പോവാണ്. ഒന്ന്, ഇതുപോലൊരു ദിവസം ഇതേ മനോരമ ചാനൽ അയ്യപ്പദാസ് എന്നോട് ഷാനി ചോദിച്ച പോലെ മൂലയ്ക്ക് ചാരിയിട്ട് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 3 ഉത്തരം പറഞ്ഞാൽ മതി. അനുഭവമുള്ളതാണ്. പ്രസാദിയ എന്ന് പറയുന്ന കമ്പനിയിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവിന് ബന്ധമുണ്ടോ? 3 ഉത്തരം പറയണം. ഒന്നുകിൽ ബന്ധമുണ്ട്, ഇല്ലെങ്കിൽ ബന്ധമില്ല. മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അല്ലേ? എനിക്ക് തെറ്റിയതാണ്. മുകളുടെ മകന്റെ അമ്മായി അച്ഛൻ. എനിക്ക് തെറ്റി, സോറി. അങ്ങ് പറഞ്ഞ് ഞാൻ അംഗീകരിച്ചു. എനിക്ക് പറഞ്ഞ വാചകം തെറ്റി. താങ്കൾ ചർച്ച വഴി മാറ്റി കൊണ്ടുപോകാൻ നേരിട്ട് ഉത്തരമില്ലാത്തപ്പോൾ കഴിഞ്ഞ 10 ദിവസമായി സഹതാപം തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, നിവൃത്തികേടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് നേരിട്ടുള്ള ഒരൊറ്റ ഉത്തരം പറയാൻ നിങ്ങളുടെ പാർട്ടിയുടെ ചാനൽ ചർച്ചകളിൽ കഴിവ് തെളിയിച്ച് എല്ലാ ദിവസവും എതിരാളികളെയും ചോദ്യങ്ങളെയും ഒക്കെ നിഷ്പ്രഭരാക്കി മുന്നേറുന്ന ഒരൊറ്റ ആൾക്ക് പോലും പറ്റുന്നില്ല. അവസ്ഥ മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്ക് വിഷയം മാറ്റണം, മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകണം, ചോദ്യം ഉന്നയിക്കുന്നവരെ ചീത്ത പറയണം. മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ അടിസ്ഥാന ചോദ്യത്തിനുള്ള ഉത്തരമില്ല ശ്രീ അനിൽകുമാർ. അത് നമുക്ക് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യാ? അത് ചോദിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ചോദ്യം ഉന്നയിക്കുന്ന ഞങ്ങളോടൊക്കെ വന്ന് താങ്കൾ ഇത്തരത്തിലുള്ള അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാട് ഒപ്പും. അത് സഹതാപം ആരോടാണ് എന്നത് കാണുന്നവർക്ക് കൂടി തീരുമാനിക്കാൻ ഒരല്പം അവകാശം വിട്ടുകൊടുക്കും. ഒരു കാര്യം പറഞ്ഞേക്കാം, ഭ്രാന്തുള്ള ആളാ, സൂക്ഷിക്കണം. പിന്നെ വിഷയം മാറ്റിക്കൊണ്ടു പോകാനാണെങ്കിൽ അത് പറ്റില്ല ശ്രീ അനിൽകുമാർ. ഇതൊക്കെ ഇങ്ങോട്ട് ഓടിക്കയറുന്ന ആലോചിക്കണം. എന്റെ പാർട്ടിയുടെ ഉത്തരം നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നൊക്കെ ഞങ്ങളുടെ ബോധ്യമാണ്. അത് ഞങ്ങളുടെ പാർട്ടിയുടെ ബോധ്യമാണ്. അതിന്റെ മേലെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. അങ്ങനത്തെ അധികാരം നിങ്ങൾക്ക് കൽപ്പിച്ചു തന്നിട്ടുമില്ല. ഉണ്ട് ശ്രീ അനിൽകുമാർ. മലയാളം കേട്ടാൽ മനസ്സിലാകുന്ന ആർക്കും അത് വിധിക്കാനാകും. വിധി എന്ന് പറയുമ്പോഴേക്കും കോടതി വിധി എന്ന അർത്ഥം ധ്വനിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്? മലയാളം കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണോ അല്ലയോ പറയുന്നത്. നേരമായല്ലോ, എന്തൊരു ബോറാ. ശ്രീ അനിൽകുമാർ, ഈ പരിപാടി ഇവിടെ നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ പരിപാടി ഇവിടെയും നടക്കില്ല. ഞാൻ ഒരു ഒറ്റ അടി നിന്റെ കരടെ കുറ്റിക്ക് വെച്ച് തന്നാൽ പല്ല് നടക്കണം. താങ്കളുടെ പാർട്ടിയുടെ അണികളോട് നീതി പുലർത്തണം. താങ്കൾ ഇത്തരത്തിൽ മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് 10 ദിവസമായി കേരളത്തിലെ ജനങ്ങൾ കാണുകയാണ്. പൊട്ടനാണല്ലേ, മനസ്സിലായി. നമ്മൾ തമ്മിലുള്ള ചർച്ചയിൽ ഒന്നാമത്തെ ദിവസം 10 ദിവസം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഷാനി ഉത്തരം പറഞ്ഞില്ല.
ആ ഷാനിയുടെ ദയനീയ മുഖം കണ്ട് കേരളത്തിലെ ജനങ്ങൾ സഹതപിക്കുകയാണ് ഷാനി. ഞങ്ങളെ നിങ്ങൾ വേട്ടയാടുമ്പോൾ ഈ കരിമണൽ കമ്പനിക്ക് വേണ്ടി CPIM പിണറായി വിജയൻ കേരളത്തിലെ സർക്കാർ വഴിവിട്ട് ചെയ്ത ഒരു കാര്യം പറയാൻ ഞാൻ പലതവണ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ പോകുന്നത് ഷാനിയെ വെല്ലുവിളിക്കുന്നു. അഭിമാനവും അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾ മലയാള മനോരമയുടെ പ്രേക്ഷകർ അറിയാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് ഒരു പിതാവുണ്ടെങ്കിൽ നാളുകളിൽ ചരിത്രം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഒരു പിതാവിന്റെ പേര് സ്മരിക്കുന്നുണ്ടെങ്കിൽ ആ പിതാവിന്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. ഉമ്മൻചാണ്ടി എന്നാണ്. ഉമ്മൻചാണ്ടി എന്ന് മാത്രമാണ്. എല്ലാവർക്കും എല്ലാവരോടും സ്നേഹം മാത്രം ഉണ്ടായിരുന്ന ഒരു ദൈവം. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം വരെ എത്തി നിൽക്കുന്നവരെ വിവിധ മുഖ്യമന്ത്രിമാർ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ട് അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്നിപ്പോ ബഹുമാനായ സഖാവ് പിണറായി വിജയന് ചിലപ്പോ തോന്നും ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതെ മറ്റേതെങ്കിലും മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞാൽ അത് വല്ലാത്ത ഗാംഭീര്യമാണ്, അതെല്ലാവരും കൂടി അങ്ങ് ഉൾക്കൊണ്ട് കളയും എന്നാണ് ബഹുമാന്യ പിണറായി വിജയൻ താങ്കൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ താങ്കളെ കേരളത്തിലെ ജനങ്ങൾ അക്ഷരം തെറ്റാതെ അല്പത്തരം ചെയ്യുന്നയാൾ എന്നല്ലാതെ മറ്റൊന്നും പറയില്ല. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ. പിന്നെ എതിർ ശബ്ദം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കേന്ദ്ര BJP ഗവൺമെന്റിലെ മന്ത്രിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വേദിയിൽ അത് തെറ്റൊന്നുമല്ല കേട്ടോ, ആ വകുപ്പ് മന്ത്രി വരേണ്ടതാണ്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. കേരളത്തിന്റെ ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവിനെ ആ വേദിയിലേ കൊണ്ടുവരണ്ട എന്നാണ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരും അല്പത്വം എന്നല്ലാതെ മറ്റൊന്നല്ല പിണറായി. അതിപ്പോ വലിയ കാര്യമായി എടുത്തിട്ടൊന്നുമില്ല. ഒറ്റ രാത്രി കൊണ്ടല്ലേ മറിമായി നടന്നത്. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് പിണറായി. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കുകയാണ്. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നിങ്ങളുടെ ഈ അഹങ്കാരവും നിങ്ങളുടെ ഈ ധിക്കാരവും നിങ്ങളുടെ ഈ വിവേചനവും നിങ്ങളുടെ ഈ താഴ്ത്തിക്കെട്ടലുകളും ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാൻ എല്ലാം കേരള ജനത കണ്ടതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോ അമ്പയെ പരാജയപ്പെട്ട് പടുകുടിയിൽ വീട് കിടക്കുന്നു. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യാ? ഇതിനേക്കാൾ ദയനീയമായിരിക്കും വരാൻ പോകുന്ന ഭാവി കാലം. ഇന്ന് ബഹുമാനായ ശ്രീ AM ഷംസീർ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം മാത്രം മതി ഇതിന്റെ ആത്മാവ് പരിശോധനയിലേക്ക് പോകാം. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യന്റെ ആത്മസമർപ്പണം ഓർക്കാതെ ഈ പിന്നെ ചരിത്ര നിമിഷം പൂർണ്ണമാകുകയില്ല. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു ഒറ്റ വാക്കിലൂടെ സ്പീക്കർ AM ഷംസീർ ഇന്ന് മാൻ ഓഫ് ദി മാച്ച് ആയിരിക്കുകയാണ്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാട്. 2013 ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആഗോള ടെൻഡർ രണ്ടാമത് വീണ്ടും വിളിച്ച മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി. പറഞ്ഞത് കേട്ടോടാ. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുവാദം വാങ്ങിച്ച മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി. 2013 തന്നെ ആസൂത്രണ കമ്മീഷന്റെ സാമ്പത്തികകാര്യ സമിതിയെ കൊണ്ട് അംഗീകാരം നേടിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേന്ദ്ര ധനകാര്യ വകുപ്പിനെ കൊണ്ട് ധനകാര്യ കമ്മിറ്റിയുടെ സപ്പോർട്ട് വാങ്ങിയ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി. നിങ്ങൾക്കറിയാം, പാരിസ്ഥിതിക പഠന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സമഗ്ര ചർച്ചകൾ തുടങ്ങി വെച്ചപ്പോ പാരിസ്ഥിതിക റിപ്പോർട്ടിനെതിരായി കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് പാരിസ്ഥിതിക അനുമതി നിലനിർത്തിയ മുഖ്യമന്ത്രിയുടെ പേരും ഉമ്മൻചാണ്ടി എന്നാണ്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.